ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ജോലി സാധ്യതകളെക്കുറിച്ച്, ഇവിടെ എങ്ങനെയാണ്, അവരുടെ സാലറി എങ്ങനെയാണ്, അവരുടെ അക്കോമഡേഷൻ എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി പ്രാവശ്യം പലരും ചോദിക്കാറുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസർ ഒരു വീഡിയോയിൽ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, കുവൈറ്റിൽ പബ്ലിക് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്. അപ്പോൾ രണ്ട് സ്കൂളുകളും വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിലാണ് സാലറി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലോക്കലി റിക്രൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്ന സാലറി ആയിരിക്കണം എന്നില്ല ഇൻ്റർനാഷണലി അവർ കൊണ്ടുവരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന സാലറി. അതുപോലെ തന്നെ പല സ്കൂളുകൾക്കും പല പേ സ്കെയിലാണ് ഉള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളുടെ സബ്ജക്റ്റ്, അതുപോലെ ഏത് ക്ലാസ്സിലാണ് എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് അവർ നോക്കുന്നത്. പ്രൈവറ്റ് സ്കൂളുകളിൽ ഇവിടെ പൊതുവേ സാലറി കുറവാണ്. പൊതുവേ അവർ BSc B.Ed ഒക്കെ പ്രിഫർ ചെയ്യാറുണ്ടെങ്കിൽ പോലും ചെറിയ ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്കിനും അവർ ഡിഗ്രി മാത്രം കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ അവർ ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള ക്ലാസ്സുകളിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. മെയിനായിട്ട് ആളുകൾക്ക് അറിയേണ്ടത് ഇവിടെ ടീച്ചേഴ്സിന് കിട്ടുന്ന സാലറി എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ PhD ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾക്ക് കൊടുത്ത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പോൾ ടീച്ചിങ് ഒരു മേഖലയിലേക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ അവിടുത്തെ സാലറി ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സാലറി ആയിരിക്കും. പക്ഷേ എങ്കിലും മിക്കവാറും ഇന്ത്യൻ ആളുകൾക്ക് അവിടെ ഇപ്പോൾ PhD കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ടീച്ചിങ് ആയിരിക്കണം എന്നില്ല, അവർ വേറെ ചില പോസ്റ്റുകളിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സാലറിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പേ സ്കെയിലായിരിക്കും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മെയിനായിട്ടും ആളുകൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളിലേക്ക് നാട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്രയാണ് സാലറി കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ സാലറി മിക്കവാറും ഇന്ത്യൻ മാനേജ്മെൻറ്റ് റൺ ചെയ്യുന്ന സ്കൂളുകളിൽ സാലറി വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ഹാർഡ് വർക്കും അവരുടെ ഡെഡിക്കേഷനും അവരുടെ ജോബ് ഡിമാൻഡ് ചെയ്യുന്ന അത്രയ്ക്കും ഒരു സാക്രിഫൈസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി വളരെ കുറവാണ്. ഏകദേശം 250 KD നിന്നാണ് അവരുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കിൻഡർ ഗാർഡൻ അങ്ങനത്തേക്കുള്ള ഇതിലോട്ട് വരുമ്പോഴത്തേക്കിനും സാലറി വീണ്ടും താഴോട്ട് പോരും. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. പല സ്കൂളുകളിലും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വരാറുണ്ട്. അവരിപ്പോൾ LKG UKG ആണെങ്കിൽ അവർക്ക് 200 ഒക്കെ ആയിട്ടുള്ള സാലറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 250 എന്ന് പറയുന്ന ഒരു BSc B.Ed ഉള്ള ഒരു ടീച്ചറിൻ്റെ സാലറിയാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ സാലറി കൂടുന്ന എക്സ്പീരിയൻസ് അനുസരിച്ചും ക്ലാസ് അനുസരിച്ചൊക്കെയാണ് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ. നമ്മളിപ്പോൾ വിചാരിക്കും ഒരു 250 KD ഓർ 300 KD സാലറി ആണെങ്കിൽ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സാലറി ഉണ്ട് നമ്മൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ചോദിക്കുന്ന ആളുകൾക്കാണ് ഞാൻ മെയിനായിട്ട് ഈ ആൻസർ കൊടുക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ഏകദേശം അറിയാം ടീച്ചേഴ്സിൻ്റെ സാലറി എത്രയാണ് എന്നുള്ളത്. ഒരു ഇന്ത്യൻ, ഇപ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഇന്ത്യൻ മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി എത്രയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് നാട്ടിൽ കിട്ടുന്ന സാലറി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൈ ആയിരിക്കാം. ഈ 250 KD എന്ന് പറയുമ്പോൾ അവർക്ക് മിക്കവാറും അക്കോമഡേഷൻ ഉണ്ടായിരിക്കണം എന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അവരിവിടെ സർവൈവ് ചെയ്യുന്നത്? 250 KD നിന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ പല കാര്യങ്ങളും വെച്ച് കുറച്ചും കൂടെ സാലറി കൂടുതലുണ്ടായെങ്കിൽ പോലും അവർക്കിപ്പോൾ ഇവിടുത്തെ നേഴ്സസിന് കിട്ടുന്ന സാലറിയുടെ അടുത്തൊന്നും സാലറി കിട്ടാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ അവരെങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരുടെയും ഡൗട്ടായിരിക്കും. അതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവരുടെ ഡ്യൂട്ടി ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതായത് 7:30 to 1:30 PM ആണ് ഇവിടുത്തെ സാധാരണ സ്കൂളിൻ്റെ ടൈമിങ്. അപ്പോൾ 7:30 to 1:30 കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നാട്ടിലെ പോലെ 10 o'clock അല്ലെങ്കിൽ 9 o'clock സ്റ്റാർട്ട് ചെയ്ത് 4:30 5:30 അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ 7:30 to 1:30 എക്സാക്ട്ലി നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ചില സാറ്റർഡേയ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്കിനും. പിന്നെ 75 days മിക്ക സ്കൂളുകളും തന്നെ കൊടുക്കുന്നുണ്ട് പെയ്ഡ് ആയിട്ടുള്ള ആനുവൽ ലീവ്. മിക്കവാറും സമ്മർ ഹോളിഡേയ്സ് എല്ലാം അവർ ലീവിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പബ്ലിക് ഹോളിഡേയ്സ് ഒരുപാട് ഉണ്ട്. അതുമാത്രമല്ല ഇന്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ക്രിസ്മസിൻ്റെ സമയത്ത് അവർ ഹോളിഡേയ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ലീവും അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഡിഗ്രി കൈവശമുള്ള ആളുകൾക്കാണ് കൂടുതൽ അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ് എത്രയുണ്ട് അതനുസരിച്ച് സാലറി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ക്ലാസ്സിൽ മിക്കവാറും ഒരു 40 to 50 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നാട്ടിൽ എത്രയാണ് എന്നുള്ളത് എനിക്കിപ്പോൾ അറിയത്തില്ല, ചിലപ്പോൾ ഒരു 30-35 ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലാസ്സിൽ 45 to 50 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഒരു ഹാർഡ് വർക്ക് വേണ്ടി വരും ഇവിടെ ജോലി ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ കുവൈറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ സ്കൂളിൽ നമ്മുടെ CV ഡയറക്റ്റ് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അവർ വിളിക്കും.
അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്, എങ്ങനെ ഈ 250 KD മുതലുള്ള സാലറി കൊണ്ട് എന്തായാലും അവർക്ക് കിട്ടാൻ പോകുന്ന സാലറി മാക്സിമം പോയാൽ ഒരു 600. ഞാൻ പ്രൈവറ്റ് സെക്ടറിൽ ഇന്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ സാലറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ സർവൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മെയിനായിട്ട് ഇപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചറാണ്, നിങ്ങൾക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ സ്കൂളിലുണ്ടെങ്കിൽ അവർ നടത്തുന്ന ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ മിക്കവാറും ട്യൂഷനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പേരൻസ് മിക്കവാറും തന്നെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കാനോ ഒക്കെ ഉള്ള സമയവും സൗകര്യവും കുറവായിരിക്കും. അതുകൊണ്ടാണ് മിക്കവാറും പേരൻസ് ട്യൂഷനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് പേരൻസ് ആകുമ്പോഴത്തേക്കിനും അവർക്ക് സ്കൂളിലത്തെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനെന്നുള്ള രീതിയിലൊക്കെയാണ് ട്യൂഷന് വിടുന്നത്. അപ്പോൾ ഒരു യങ്ങർ ക്ലാസ്സിലാകുമ്പോഴത്തേക്കിനും ഒരു 20 KD പെർ സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് ഓൾ സബ്ജക്ട്സ് ഒരു ടീച്ചറിന് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ട്യൂഷന് വിടുവാണെങ്കിൽ എത്ര എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ യങ്ങർ ക്ലാസ്സിലാകുമ്പോഴത്തേക്കിനും ഒരു 7th 8th 9th സ്റ്റാൻഡേർഡ് വരെ, 9th കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഒരു ട്യൂഷൻ ടീച്ചർ എത്ര സ്റ്റുഡൻസിനെ മിനിമം മാനേജ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ചില ആളുകൾ അവരുടെ ഫ്ലാറ്റിൽ തന്നെ ആയിരിക്കും ട്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 25 KD വെച്ച് ഒരു 9th വരെയുള്ള കുട്ടികൾക്ക് കിട്ടുവാണെങ്കിൽ അവർ പല ബാച്ചായിട്ടാണ് ട്യൂഷൻ എടുക്കുന്നത് ഇവിടെ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ട്യൂഷൻ ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഇനി 10th മുതലുള്ള ക്ലാസ്സിൽ ട്യൂഷൻ പോകുമ്പോഴത്തേനും ട്യൂഷൻ ഫീസ് ഭയങ്കര ക്രമാതീതമായിട്ട് കൂടും. അതായത് ഒരു സബ്ജക്റ്റിന് 20 KD വെച്ചിട്ടാണ് ഇവിടെ ആളുകൾ ട്യൂഷൻ ഫീസ് വാങ്ങുന്നത്. അപ്പോൾ ഒരു 3 സബ്ജക്റ്റ്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ മാത്സ്, സയൻസ്, അതുപോലെ ഫ്രഞ്ച്, ഇതെല്ലാത്തിനും കൂടെ ട്യൂഷൻ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 70 to 80 KD നിങ്ങൾക്ക് ട്യൂഷൻ ഫീസായിട്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ടീച്ചേഴ്സും അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ സ്കൂളിൽ, ഇനിയിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം എന്നില്ല, ട്യൂഷൻ മാത്രം എടുത്ത് ജീവിക്കുന്ന ആളുകളിവിടെ ഉണ്ട്. അതായത് അവർക്കൊക്കെ ഓൾറെഡി ഒരു നെയിം ഉണ്ടാക്കിയെടുത്ത ആളുകളുടെ അടുത്താണ് അങ്ങനെ സാധാരണ ട്യൂഷനായിട്ട് പിള്ളേർ പോകാറുള്ളത്. അപ്പോൾ ഈ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്. ഇനി 10th കഴിഞ്ഞ് 11th and 12th ഒക്കെ ആകുമ്പോഴത്തേക്കിനും പിന്നെയും ട്യൂഷൻ ഫീസ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, പല ബാച്ചാണ്, ഒരു ബാച്ചിൽ 30 സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണ് ട്യൂഷൻ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലാറ്റിൽ അവർ താമസിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ പല ഫ്ലാറ്റുകൾ എടുക്കുകയും അവിടെ തന്നെ കുട്ടികൾക്ക് ക്ലാസ് റൂം അറേഞ്ച് ചെയ്യുകയും, അങ്ങനെ ഒരു ട്യൂഷൻ്റെ വലിയൊരു ട്രെൻഡ് കുവൈറ്റിലുണ്ട്. നമുക്കറിയാം നാട്ടിലിപ്പോൾ 11th 12th അല്ലെങ്കിൽ 10th അത്രയ്ക്കും ഒരു ട്യൂഷൻ ഡിപ്പെൻഡൻ്റ് അല്ല കുട്ടികൾ. പക്ഷേ നമ്മൾ വേറെ ഒരു വെളിയിലോട്ട് GCC കൺട്രീസിലോട്ട്, പ്രത്യേകിച്ചും കുവൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ട്യൂഷനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടീച്ചേഴ്സിന് ഇപ്പോൾ സ്കൂളിൽ 250 KD മുതലുള്ള ഒരു സാലറിയാണ് കൊടുക്കുന്നതെങ്കിലും അവരൊരു സ്കൂളിലെ ഒരു എംപ്ലോയിഡ് ടീച്ചറാണ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ തന്നെ അവർക്ക് കിട്ടുന്ന ട്യൂഷൻ സ്റ്റുഡൻസിൻ്റെ ഒരു നമ്പർ കൂടുതലായിരിക്കും. കാരണം അവരൊരു സ്കൂളിലെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടീച്ചേഴ്സിന് ഇവിടെ മെയിനായിട്ടും ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുവൈറ്റിലെ സ്കൂളിലത്തെ ഒരു സാലറി വെച്ച് നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ നിങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള പേരിൽ നിങ്ങൾ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ട്യൂഷൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റുകയില്ല. അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി വളരെ വൈഡ് ഓപ്പണാണ് കുവൈറ്റിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇവിടുത്തെ സാലറിയെക്കുറിച്ചും ഡ്യൂട്ടി ടൈമിങ്ങിനെക്കുറിച്ചും ഇനി അവരെങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ ഏകദേശം ഒരു ഐഡിയ തന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുവൈറ്റിൽ ട്യൂഷൻ ലീഗലി അലൗഡ് അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നാട്ടിൽ നിന്നും ടീച്ചിങ് ജോബിലേക്ക് ഇവിടെ വരുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. സാലറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ ടീച്ചറായിട്ട് പേരെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.
കീപ് വാച്ചിങ് മൈ വീഡിയോസ്.